ഹായ് എവരിവൺ. അപ്പം ഞാൻ വന്നിരിക്കുന്നത് അടുക്കളയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളിയുടെ കാര്യം നോക്കാം കേട്ടോ. നിങ്ങളിപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ രാവിലെ കുക്കിംഗ് ചെയ്യുമ്പോൾ വെളുത്തുള്ളി തോലി കളഞ്ഞെടുക്കാനൊക്കെ പാടായിരിക്കുമല്ലോ. ആദ്യം തന്നെ ഒരാഴ്ചത്തേക്കുള്ള വെളുത്തുള്ളി നമ്മൾ ഇങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ഓയിൽ കയ്യിലെടുത്തിട്ട് അതിലേക്ക് തടവി കൊടുക്കുക. നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് കുറച്ച് കൊണ്ടുപോയി വെയിലത്ത് വെക്കാം കേട്ടോ. കുറച്ച് നേരം നല്ല വെയിലായിരുന്നു കേട്ടോ. ഒരു 3-4 മണിക്കൂറിന് ശേഷം അതിങ്ങനെ ആയിട്ടുണ്ടേ. അപ്പം നമുക്കിത് നന്നായി തിരുമ്പി എടുക്കാം കേട്ടോ. നല്ലപോലെ ഉണങ്ങിയിട്ട് തൊലിയൊക്കെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവുകയും അതപ്പോൾ നമ്മൾ കൂട്ടിയൊന്ന് കയ്യിൽ പിടിച്ച് തിരുമ്പി എടുത്താൽ തൊലിയെല്ലാം പോയി ഇങ്ങനെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ടൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നല്ല ടൈറ്റാക്കി അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് എടുത്ത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഒരു 1-1.5 ആഴ്ചയോളം ഇങ്ങനെ വെച്ച് ഉപയോഗിക്കാൻ കഴിയും കേട്ടോ. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കായ നന്നാക്കുമ്പോൾ, പ്രത്യേകിച്ച് ചെറുകായൊക്കെ നന്നാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നല്ലോണം കറ പിടിക്കില്ലേ, കറ പിടിച്ച് കറുത്ത നിറത്തിലിരിക്കും നഖത്തിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നുറുക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് എണ്ണ പരട്ടി കൊടുക്കാം കേട്ടോ കയ്യിൽ. എണ്ണ എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയോ എണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിൽ പരട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കായ നുറുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും കറ പിടിക്കില്ല കേട്ടോ. അതുപോലെ തന്നെ അത് നുറുക്കിയിടുമ്പോൾ കുറച്ച് വെള്ളത്തിലേക്കാണ് നുറുക്കിയിടുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ കറ അത് നന്നാക്കി കഴിയുമ്പോഴേക്കും തന്നെ കറയൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് കഞ്ഞി വെള്ളത്തിലേക്ക് നുറുക്കിയിട്ടാലും എളുപ്പത്തിൽ കറ നീങ്ങി കിട്ടും. അപ്പോൾ അതാ നുറുക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലൊന്നും കറയായിട്ടില്ല കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഒടിപ്പയറാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഓരോന്നോരോന്ന് ഒടിച്ചെടുത്ത് വരുമ്പോഴേക്കും സമയം കുറേ ആവില്ലേ. അപ്പം നമുക്കത് പെട്ടെന്ന് നുറുക്കിയെടുത്ത് തോരനോ ഉപ്പേരിക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ തലഭാഗം ഒരുമിച്ച് വെച്ചതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിപ്പോൾ എത്ര പയറുണ്ടെങ്കിലും ഈസി. ഇതിപ്പോൾ കയ്യിൽ ഒതുങ്ങാവുന്നതേ ഉള്ളൂ. കുറേ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഇത് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ജോലിക്ക് പോകണമെങ്കിലോ കുട്ടികളെ സ്കൂളിലേക്ക് വിടണമെങ്കിലോ ഒക്കെ നമുക്കിത് 2-3 ദിവസത്തിന് ഉള്ളതൊക്കെ ഒരുമിച്ച് അരിഞ്ഞിട്ട് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് അരിഞ്ഞിട്ട് ഒരു കവറിൽ കെട്ടി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇത് കുറേ ദിവസം ഇരിക്കും കേട്ടോ. അന്നന്ന് രാവിലെ പൊട്ടിച്ചെടുത്ത് സമയം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ രാവിലെ നമുക്ക് എളുപ്പത്തിൽ പയർ തോരനോ പയറുപ്പേരിയോ റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ പച്ചക്കറികൾ അരിയുമ്പോൾ കായ, ഉരുളൻകിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കറ പിടിക്കുമല്ലോ. പിന്നെ അത് എത്ര കഴുകിയാലും പോവില്ല. കയ്യിൽ ചളി പോലെ ഇരിക്കും. നഖത്തിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ചളി പിടിച്ച പോലെ ഇരിക്കും. അത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കഷ്ണം നാരങ്ങ എടുത്തിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ കറ പിടിച്ച ഭാഗത്ത്. എന്നിട്ട് ഒരു തുണി എടുത്തിട്ട് തുടച്ചു കൊടുത്താൽ ആ കറ പിടിച്ചതൊക്കെ പോണത് കാണാം കേട്ടോ. അപ്പോൾ കൈ നല്ല ക്ലീനായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മീൻ നന്നാക്കി കഴിയുമ്പോൾ എത്ര സോപ്പിട്ട് കഴുകിയാലും ഹാൻഡ് വാഷ് ഇട്ട് കഴുകിയാലും ഒക്കെ പിന്നെ ഒരു ഉളുമ്പ് നാറ്റം പോലെ നമുക്ക് തോന്നും. അത് പോകാനായിട്ട് ഇങ്ങനെ നാരങ്ങ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് കയ്യിലൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 2 കൈയിലും അത് തിരുമ്പി പിടിപ്പിച്ചാൽ ആ നാറ്റം പോയി കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ കയ്പ്പയ്ക്ക ഉപ്പേരി വയ്ക്കുമ്പോൾ ഭയങ്കര കയ്പ്പല്ലേ. അപ്പോൾ കുട്ടികളൊന്നും തീരെ കഴിക്കില്ല. അപ്പോൾ നമുക്കത് കുറച്ച് കയ്പ്പ് കുറഞ്ഞിട്ട് ഉപ്പേരി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ കഴിച്ചോളും. അതിന് വേണ്ടിയിട്ട് നമുക്കിത് നുറുക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി തിരുമ്പി പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ അതിങ്ങനെ ആയിട്ടുണ്ടാവും കേട്ടോ. അതിൽ നിന്ന് നന്നായി നീരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ നീരൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് കളയാം കേട്ടോ. നീരെല്ലാം പിഴിഞ്ഞ് കളഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ കുറയുന്നൊക്കെ പറയും നിങ്ങൾ. പക്ഷേ നമ്മുടെ കുട്ടികൾ ഇത് തീരെ കഴിക്കാത്ത ഒരു ഐറ്റമാണല്ലോ കയ്പ്പയ്ക്ക. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നല്ല കയ്പ്പ് കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ കുറേശ്ശൊക്കെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതാ ഞാനെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് അത്. അപ്പോൾ അത് നന്നായി കഴുകി അതിൻ്റെ ഉപ്പിൻ്റെ ഒരു ഇതുണ്ടല്ലോ അത് കഴുകി കളഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ തോരൻ ഉപ്പേരി വെക്കണ പോലെ വെക്കാം കേട്ടോ. ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നല്ല കയ്പ്പ് കുറഞ്ഞാൽ നല്ല കയ്പ്പൊക്കെ ഉപ്പേരി കിട്ടുന്നത് കാണാം. പിന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ എപ്പോഴും മീനും ചിക്കനും ബീഫൊക്കെ വാങ്ങിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ക്ലീൻ ചെയ്താലും ഒരു മണമായിരിക്കും വീട്ടിൽ, അടുക്കളയിലൊക്കെ പ്രത്യേകിച്ചും. അപ്പം നമുക്കത് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ചെയ്യാം. ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കുക കേട്ടോ.
എന്നിട്ട് അതിലേക്ക് ഒരു 2 സ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഇട്ട് തിളപ്പിച്ചാൽ അതിൻ്റെ ആവിയുടെ മണം അടുക്കളയിലൊക്കെ പരക്കുമ്പോൾ ആ മീനിൻ്റെ ആ നാറ്റം പോയി കിട്ടും കേട്ടോ. വിനാഗിരിക്ക് പകരം നമുക്ക് നാരങ്ങയുടെ തുണ്ടോ നാരങ്ങ നീരൊക്കെ ഉപയോഗിക്കാം കേട്ടോ, എന്നാലും ആ മണം പോയി കിട്ടും. പിന്നെ നമുക്ക് വെളുത്തുള്ളി തോല് കളയാൻ വേറൊരു ഐഡിയ കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ആവശ്യമുള്ള വെളുത്തുള്ളി എടുത്തിട്ട് അതിലേക്ക് നല്ല ചൂടായ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് അത് മാറ്റി വെച്ചാൽ അതിലെ തൊലിയൊക്കെ ഇങ്ങനെ നല്ല കുതിർന്ന് പോയിട്ടുണ്ടാവും. അപ്പം നമുക്ക് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ തിരുമ്പി കൊടുത്താൽ തന്നെ വെളുത്തുള്ളിയൊക്കെ തോല് മാറി നല്ലതായിട്ട് കിട്ടും കേട്ടോ. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഇത് വെന്ത് പോകുന്നൊന്നും വിചാരിക്കേണ്ട, അതിൻ്റെ തൊലി മാറി പോവുള്ളൂ, അതിനൊന്നും സംഭവിക്കില്ല കേട്ടോ ഉള്ളിക്ക്. പിന്നെ നമ്മൾ സവാളയൊക്കെ അരിയുമ്പോൾ നമ്മുടെ കയ്യിലൊരു മണം പോലെ തോന്നില്ലേ, സവാള ഉള്ളി അരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിനൊരു മണം, നഖത്തിൻ്റെ ഉള്ളിലൊക്കെ ഒരു മണം പോലെ നമുക്ക് തോന്നും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ ഒരു കഷ്ണം എടുത്തിട്ട് കയ്യിൽ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നഖത്തിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ നാറ്റം പോയി കിട്ടുമേ. പപ്പടം പെട്ടെന്ന് കേടുവന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. കുറേ നാൾ കേടുകൂടാതിരിക്കും. നമ്മൾ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞ് അല്ലെങ്കിൽ ചിക്കനൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉപ്പും മുളകും പുരട്ടി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നല്ല നീറ്റ് അനുഭവപ്പെടില്ലേ. അപ്പോൾ അത് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ഈ പുളി പിഴിഞ്ഞ വെള്ളമില്ലേ, അതിൽ കൈ മുക്കി വെച്ചാൽ മതി കേട്ടോ കുറച്ച് നേരം. അപ്പോൾ പെട്ടെന്ന് ആ നീറ്റം പുകച്ചിലും മാറിക്കിട്ടും. ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സായിട്ട് ഞാൻ ഇനിയും വരാം കേട്ടോ. ബൈ.